ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിലെ അതിപ്രാധാന്യമുള്ള താന്ത്രിക ചടങ്ങായ ഉത്സവബലി നാളെ നടക്കും. പാണികൊട്ടി ഭഗവാന്റെ ഭൂതഗണങ്ങളെ വരുത്തി ബലി കൊടുത്ത് തൃപ്തരാക്കുന്നു എന്ന സങ്കല്പത്തിലാണ് ഉത്സവബലി ചടങ്ങുകൾ നടക്കുക. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ചടങ്ങ് ആരംഭിക്കും. സങ്കീർണമായ താന്ത്രിക ചടങ്ങുകളുള്ള ഉത്സവബലി ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് നടക്കുക. 33 കോടി ദേവന്മാരും ഭഗവത് ദർശനത്തിന് ഉത്സവബലി സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുമെന്നാണ് സങ്കല്പം. ഇതുകൊണ്ട് തന്നെ അദൃശ്യരൂപികളായ ദേവീദേവന്മാരുടെ സംഗമം എന്നാണ് ഉത്സവബലിയെ വിശേഷിപ്പിക്കുന്നത്. നാലമ്പലത്തിനകത്ത് തെക്കേമുറ്റത്ത് ഗുരുവായൂരപ്പനെ സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തിയ ശേഷം സപ്തമാതൃക്കൾക്ക് ബലി തൂവും. തുടർന്ന് ബലിവട്ടത്തിലെ ബലിപീഠങ്ങളിൽ നിവേദ്യങ്ങൾ പൂജിക്കും. കൊടിമരത്തിൽ സാന്നിധ്യമുള്ള ഗരുഡസ്വരൂപിയായ വൈനതേയനും വലിയ ബലിക്കല്ലിൽ സാന്നിധ്യമുള്ള 12 ദേവതകൾക്കുമുള്ള പൂജകൾ നടക്കും. 1 മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ പൂജകൾ നിർവഹിക്കുക. ഈ സമയം ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ എഴുന്നള്ളും. ആനപ്പുറത്ത് എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പനെ സാക്ഷി നിർത്തിയാണ് ബലിതൂവൽ ചടങ്ങ് നിർവഹിക്കുക. ക്ഷേത്രപാലകനുള്ള പൂജയോടെയാണ് ഉത്സവബലി ചടങ്ങുകൾ സമാപിക്കുക. ഉത്സവബലി ദർശിക്കുന്നതിനായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. മണിക്കൂറുകളോളം കാത്തുനിന്നാണ് ഭക്തർ ഉത്സവബലി ദർശനം നടത്തുക. ഉത്സവബലിയും ഉച്ചപൂജയും കഴിയാൻ വൈകുമെന്നതിനാൽ നാളെ വൈകിട്ട് കാഴ്ച ശീവേലി ഉണ്ടാകില്ല. ഉത്സവബലി നാളിൽ ദേശത്തെ ഒരു ജീവനും പട്ടിണി കിടക്കരുതെന്ന സങ്കല്പത്തിലാണ് ദേശപ്പകർച്ച. എല്ലാ ഭക്തർക്കും സമൃദ്ധിയായി ഉത്സവക്കഞ്ഞിയും മുതിരപ്പുഴുക്കും നൽകും. ഉച്ചയ്ക്ക് പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. ഉത്സവം 8ാം ദിവസമായ നാളെ രാവിലെ 7 മുതൽ 8 വരെ കാഴ്ച ശീവേലി, കൊമ്പുപറ്റ്, രാവിലെ 8 മുതൽ 9 വരെ പാലഭിഷേകം, നവകം, പന്തീരടി പൂജ, രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ ഉത്സവബലി ദർശനം, ഉച്ചപൂജ ദർശനം, വൈകിട്ട് 4 മുതൽ 8:30 വരെ ശീവേലി ദീപാരാധന, അത്താഴപൂജ, രാത്രി 8:30 മുതൽ ശ്രീഭൂതബലി, വടക്കേ നടക്കിൽ എഴുന്നള്ളിച്ചുവെക്കൽ, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ശീവേലി, വിളക്ക് എന്നിവയുണ്ടാകും. രാവിലെ 8:30 മുതൽ 10:30 വരെ ഭക്തജനങ്ങൾക്ക് നാലമ്പലത്തിൽ പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും. കേരള പ്രണാമ ന്യൂസ്, തൃശൂർ.